ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുവാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുവാണ്. വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ചേർക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കനാണ്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്നത് വരെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടും. അതുകൊണ്ട് ഞാനിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും 1.5 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കുവാണ്. ഒത്തിരി നേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും സവോളയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കവും സവോളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കവും മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി നേരമായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ റെഡ് ചില്ലി സോസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ
കുരുമുളക് പൊടിയും ചേർക്കുവാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവറിൻ്റെ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിം വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുവാണ്. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തിക്കായി വന്നോളും. അതുപോലെ കോൺഫ്ലവർ ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്, കൂടിപ്പോയാലും ഒത്തിരി അങ്ങ് കട്ടിയായി പോകും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്ന സമയം കൊണ്ട് തന്നെ ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.